ഫ്രണ്ട്സ്, ഇപ്പൊ ലൈവിൽ പൂര അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും അതൊരു ഗെയിം ഷോ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇതുവരെ അതൊരു എന്താ നമ്മൾ നഴ്സറി പിള്ളേരുടെ ഷോ പോലെ തന്നെയായിരുന്നു. പ്രേമോ നാടോ ഇതൊക്കെ മാത്രമായിരുന്നു. ഇപ്പൊ ഒരു ഹോട്ടലാക്കി മാറ്റി രണ്ട് ഗസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് തകർത്തെന്ന് പറഞ്ഞാൽ മതി. ഇന്ന് ശ്വേത ജാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ചുകൊണ്ട് ലിവിങ് ഏരിയയിൽ കൊണ്ടുവരണ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. അതിനിടയ്ക്ക് ഒരു സംഭവം, അവിടെ ഒരു ബഹളം നടന്നിട്ട് കിച്ചൺ ടീം, അതായത് ടണൽ ടീം ആയിരുന്നു കിച്ചണിൽ, അവരെ അവിടുന്ന് സ്വയം മാറിയിട്ടുണ്ട്. എന്തോ അവരുടെ ഫുഡ് ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് 20 കോയിൻ കൊടുത്തായിരുന്നു, അത് തിരിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് വേണ്ട ഇവരുടെ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു വിഷയം വന്നു. അവരെന്തായാലും അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവർ വെളിയിൽ നിൽക്കുകയാണ്. അവരെ സെക്യൂരിറ്റി അവിടെ മാറ്റി ഡോറൊക്കെ അടച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ ലിവിങ് ഏരിയയിൽ മീറ്റിങ്ങിന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ റോബോട്ടാണല്ലോ, റോബോട്ട് പോയി പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. അങ്ങനെ പവർ ടീം അവർ കുറെ റസ്മിനുമായിട്ടൊരു ബഹളം നടന്നു. ജാസ്മിന് അങ്ങനെ അടിക്കുന്ന ഒരു ഇതുവരെ വന്നു. അങ്ങനെ ഒരു ബഹളമൊക്കെ നടന്നായിരുന്നു. അതിനുശേഷം ഈ മീറ്റിംഗ് കരഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ വന്നിരുന്നത്. പുകില അടി എന്ന് പറഞ്ഞാൽ പുകില അടി കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, സാബു ഇരിപ്പുണ്ട്, ശ്വേത ഇരിപ്പുണ്ട്, പറച്ചിലായി. റസ്മിൻ കരയുന്ന പോലെ ഇരിക്കുന്നു. ജാസ്മിന്റെ കണ്ണുനീരൊക്കെ ശ്വേത പോയി തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷം റസ്മിന് കരയുന്നതിന് നോറ എവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് കാലിലൊക്കെ കൊട്ടി നിൽക്കുന്നു. അപ്പോഴത്തേനും റസ്മിൻ കരച്ചിൽ മൂത്തു, അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ജാസ്മിനും പുറകെ പോന്നു. ബഹളമായി കേട്ടോ ഓരോരോ. പിന്നെ ജാസ്മിൻ തിരികെ വരുന്നു. തിരികെ വന്നിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയാ ഭാഷ, നിന്നെ ഞാൻ വലിച്ചു കീറുമെന്നൊക്കെ നോറയോട് പറയുന്നുണ്ട്. നോറ പറഞ്ഞു എല്ലാവരും എന്നെ എന്തിനാ പറയുന്നത്, ഞാൻ എന്നെ കൊടുത്തു, ഞാൻ അവളെ ആശ്വസിപ്പിക്കുന്നതല്ലേ ഉള്ളായിരുന്നു, ഞാൻ വേറെ എന്തോ എടുത്തെന്നും പറഞ്ഞ് നോറ അലയ്ക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ലാസ്റ്റ് റസ്മിന് കരഞ്ഞുകൊണ്ട് ബാത്റൂമിൽ പോകുന്നു. അലറി കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പുറകെ ശരണിയൊക്കെ പോകുന്നുണ്ട്. അന്നേരത്തേനും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു രണ്ടുപേരും കൺഫെഷൻ റൂമിൽ വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീതും കൂടെ ചെന്ന് ഏതായാലും റസ്മിനെ ഇറക്കി. ഇവിടുന്ന് ജാസ്മിനും കൂടെ എന്തായാലും പോയിട്ടുണ്ട്. രണ്ടുപേരും കൺഫെഷൻ റൂമിൽ കയറി അവിടെ ഇരുന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില്, രണ്ടും കൂടെ ഭയങ്കര കരച്ചില്. എന്തൊക്കെ നാടകമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുപോലത്തെ നാടകമാണ്. അപ്പോഴത്തേനും ഇവിടെ മീറ്റിങ്ങിന് ഇരുന്ന് ശ്വേത എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇവിടെ എന്താണ് സംഭവം നടക്കുന്നത്, നല്ലൊരു ഷോ അല്ലേ, ഇങ്ങനെയാണോ, നിങ്ങൾക്കൊക്കെ ഇത്രയും വാശിയും ദേഷ്യവും ഒക്കെ എവിടുന്ന് കിട്ടിയത് എന്നൊക്കെ ശ്വേത അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. ഇത് നാടകമാണോ എന്നും അറിയത്തില്ല. കാര്യം ഇന്നലെ ഇതുപോലെ തന്നെ ഒരു ആക്ടർ സാബു അവിടെ ഈ ടണൽ ടീമിനെയും കൊണ്ട് പവർ ടീമിന്റെ നേരെ കാണിച്ചായിരുന്നു. അത് നമ്മൾ കാണുമ്പോൾ വിശ്വസിക്കുമായിരുന്നു അവിടെ ശരിക്കും ഇവര് അവിടെ നടക്കുന്ന സംഭവമാണ്. പക്ഷെ അത് ലൈവിൽ കാണിച്ചായിരുന്നു, സാബു പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതായിരുന്നു. അതുപോലെ വല്ല ബിഗ് ബോസ് പറയുവോ വല്ലതും ചെയ്ത് നടത്തിച്ചതാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പുകിലൻ അടിയായിരുന്നു കേട്ടോ. പുകിലൻ അടി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള, ജാസ്മിന്റെ ഒക്കെ ഭാഷ എന്തായിരുന്നെന്ന് അറിയത്തില്ല ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചപ്പം. ഇത് ഒരു ഷോ ആയിട്ട് ഇവര് തന്നെ നേരത്തെ പറഞ്ഞ് ചെയ്തതല്ലെന്ന് വരില്ല. ശരിക്കും ഇവരുടെയൊക്കെ സ്വഭാവം ഈ ശ്വേതയ്ക്കും അതുപോലെ സാബുവിനും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് അവിടെ ബിഗ് ബോസ് ഇവരോട് പറയുന്നതെന്ന് അറിയത്തില്ല. രണ്ടുപേരും ഭയങ്കര ബഹളമായിരുന്നു അവിടെ നിന്നറിയാം. നോറ കരഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ കൂടെ പോന്നു. നോറ ഇന്നലെ മുതലേ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുതലേ ജാസ്മിനും റസ്മിനും നോറയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. അതിന്റെ ബാക്കി പത്രമാണെന്ന് തോന്നി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ബാക്കി എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് അവിടെ പ്രശ്നങ്ങളായിരിക്കും. അതിനിടയ്ക്ക് അൻസിബ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞ് മീറ്റിങ്ങിനിടയ്ക്ക് മിണ്ടാതൊക്കെ ഇരുന്ന് അൻസിബയെ വിളിച്ചുകൊണ്ട് ശ്വേത റൂമിൽ കൊണ്ടുവരുന്നുണ്ട്. അൻസിബയോട് എന്നാന്ന് ചോദിച്ചിട്ടൊന്നും അൻസിബ മിണ്ടുന്നില്ല, സ്റ്റാച്യു പോലെ ഇരിക്കുകയാണ്. അവിടെ ശ്വേത കെട്ടിപ്പിടിക്കുന്നു, ചോദിക്കുന്നു. ആകപ്പാടെ പ്രശ്നം എന്ന് പറയാൻ ആകപ്പാടെ പ്രശ്നമാണ്. ഇത്രയൊക്കെയാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി തുടർന്ന് ഇനി ഇതിന്റെ ബാക്കി പത്രങ്ങൾ ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഉടനെ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.